ഷെർഷാദ്, ഈ കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാർ ലൈസൻസ് റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച് ലൈസൻസ് റദ്ദാക്കിയ സ്ഥാപനമാണ്. പക്ഷേ കേരള പോലീസ് ഒരു നടപടിയും എടുത്തിരുന്നില്ല. ആ സ്ഥാപനത്തിൽ താങ്കൾ ഭാഗമായിരുന്നു. അതെ, പറയൂ അതിനെക്കുറിച്ച്. അതൊക്കെയാണ് എന്റെ മെയിൻ സബ്ജക്റ്റുകൾ. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസലാക്കിക്കൊണ്ട് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്ന സർക്കുലർ, അതായത് 2020-21 അത് ഉത്തരവ് വന്നിരിക്കുന്നത്. അത് ഈ ഫോറിൻ ഫണ്ട് വയലേഷൻ ആണ്. അതെന്റെ മനസ്സിലായില്ല. അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ചട്ടങ്ങൾ പാലിക്കാതെ പണം ഇടതുപക്ഷത്തിന് CPM-ന് വേണ്ടി കൊണ്ടുവന്നു എന്ന കാരണത്താലല്ലേ? ഇല്ല, CPM-ന് വേണ്ടിയെന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയുന്നത് ഈ വ്യക്തി നടത്തിയിരിക്കുന്ന വയലേഷൻസ്, അതായത് ഈ പ്രൈവറ്റ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി. പക്ഷെ അന്ന് കണ്ടെത്തിയിരുന്നത് CPM നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിദേശ ഫണ്ട് എത്തിച്ചു എന്ന് കണ്ടെത്തിയ കാരണത്താലാണ് ശുപാർശ കേന്ദ്രം ചെയ്തത് എന്നാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അല്ല, അങ്ങനെയല്ല അതിന്റെ സംഭവം. ആ ഫണ്ട് എന്തിനു വന്നതാണ് എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. കാരണം പുള്ളിയുടെ അക്കൗണ്ട് പുള്ളിയിലേക്ക് ഫണ്ട് വരുത്തുന്നു. ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന വയലേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് സെക്യൂരിറ്റി ഇൻഡസ്ട്രിക്ക് ഇന്ത്യ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ലാബ് ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ് ടു 50% വരെ ഓട്ടോമാറ്റിക് റൂട്ടിലും 74% വിത്ത് പെർമിഷനിലും കൊണ്ടുവരാന്നുള്ളതാണ്. അതാണ് വയലേറ്റ് ചെയ്തപ്പെട്ടിരിക്കുന്നത്. ആ വയലേറ്റ് ചെയ്തിട്ടാണ് ഈ പണം കൊണ്ടുവന്നിട്ടാണ് ഈ കമ്പനിക്കെതിരെ. ഈ സ്ഥാപനത്തിന്റെ പേര് മറ്റൊന്നായിരുന്നു. അതായത് കിങ്ഡം സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, രണ്ട് സ്ഥാപനമാണ്. ശരി, അതിലേക്ക് വന്നു കയറിയതാണോ രാജേഷ് കൃഷ്ണ എന്നൊരാൾ? അതിലേക്ക് വന്നു കയറിയതാണോ? അല്ല, അതായത് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആള്, ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റെജി കെ രാജ് എന്ന് പറയുന്ന ഒരാളുടെ, അയാൾ കേരള G4S-ന്റെ റീജിയണൽ ഹെഡ് ആയിരുന്നു. G4S എന്ന് പറയുന്നത് വേൾഡ് ലീഡറാണ് സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിൽ. അയാള് അവിടുന്ന് റിസൈൻ ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു കമ്പനി, അല്ലെ അയാളെ കൊണ്ട് തുടങ്ങിച്ച ആദ്യം ഒരു ഇന്ത്യൻ കമ്പനി തുടങ്ങിപ്പിച്ചു, ഒരു രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. ആ കമ്പനി അക്വയർ ചെയ്തും കൊണ്ടാണ് കിങ്ഡം എന്ന് പറയുന്ന കമ്പനി കയറി വരുന്നത്. ഓക്കെ, അതിനകത്ത് രാജേഷ് കൃഷ്ണ ലീഗലി ആരുമല്ല. പുള്ളിയുടെ ഫാദർ ഇൻ ലോ ആണ് ഇന്ത്യൻ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ 2 ഫോറിൻ ഡയറക്ടേഴ്സും വന്നു. അവര് ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഈ പ്രൈവറ്റ് സെക്യൂരിറ്റിക്ക് ഒരു ലൈസൻസ് പസാര ആക്ട് പ്രകാരം 2005 ഇന്ത്യ ഗവൺമെന്റ് നിശ്ചയിച്ച ഒരു ആക്ട് ഉണ്ട്, പസാര ആക്ട്. അത് പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിന്റെയും ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്യണം. ആ ക്രെഡൻഷ്യൽസ് വെരിഫൈ ചെയ്യണമെങ്കിൽ അതിനകത്ത് KYC വെരിഫിക്കേഷൻ നടത്തണം. അപ്പൊ ഫോറിൻ ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വരെ വെരിഫിക്കേഷൻ പോയിട്ട് വരേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ സമയം ഡിലേ ആവും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ഈ റെജി കെ രാജനും ഈ രാജേഷിന്റെ ഭാര്യ പിതാവുമായ അച്യുതൻ നായരെയും വെച്ചുകൊണ്ട് കിങ്ഡം പ്രൊട്ടക്ഷൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നു. ആ സ്ഥാപനത്തിന്റെ ഡയലൂഷൻ ആണ് നടത്തിയിരിക്കുന്നത്. ഡയലൂഷൻ നടത്തിയിട്ട് അതിലേക്കാണ് ഈ ഫണ്ടുകൾ മൊത്തം കൊണ്ടുവന്നിരിക്കുന്നത്. അത് റിസർവ് ബാങ്കിന്റെ ഒബ്ജക്ഷനിൽ വന്നു. ഇത്രയും ഫണ്ടുകൾ കയറി വന്നിട്ടുണ്ട്, ഇതെങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവർക്ക് വ്യക്തമായ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് സെക്യൂരിറ്റി ഇൻഡസ്ട്രിയുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ആയ MHAക്ക് റെക്കമെൻഡേഷൻ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ MHA ഈ ഇവരുടെ റിപ്ലൈ തൃപ്തിയല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അതോറിറ്റീസിന് ക്യാൻസൽ ചെയ്യാനുള്ള ഓർഡർ ഇട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ ലൈസൻസ് ഉടനെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. ബാംഗ്ലൂർ, കർണാടക ലൈസൻസ് അണ്ടർ പ്രോസസ് ആയിരുന്നു, അത് അവർ റിജക്ട് ചെയ്തു. പക്ഷെ ഇന്ന് വരെ കേരളത്തിലെ ലൈസൻസ് വാലിഡ് ആയിട്ട് അവർ ഇന്നും